വിദ്യാമൃതം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷകളെക്കുറിച്ചാണ്. പരീക്ഷകൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയത് ജയിക്കാനും തോൽക്കാനുമുള്ള, അല്ലെങ്കിൽ ജയവും തോൽവിയും പരീക്ഷിക്കാനുള്ള ഒരു വിദ്യാഭ്യാസത്തിലെ ഒരു ഉപായം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയിലെ ജയം വലിയ ആഘോഷമാണ്, പരീക്ഷയിലെ തോൽവികൾ വലിയ ആഘാതമാണ്. അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ സാധാരണ നടക്കാറുമുണ്ട്. സത്യത്തിൽ എന്താണ് പരീക്ഷ എന്ന് മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കുട്ടികൾ മുഴുവൻ പരീക്ഷയിൽ ജയിക്കുന്നു, അങ്ങനെ എല്ലാവരും ജയിക്കുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ എല്ലാവരും ജയിക്കുന്ന വിദ്യാഭ്യാസത്തിനെന്തോ ചില കുഴപ്പമുണ്ട് എന്ന രീതിയിലും നമ്മുടെ ചർച്ചകൾ നടക്കാറുണ്ട്. ഇതൊക്കെ പരീക്ഷയെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം മനസ്സിലാക്കിയതിൽ വരുന്ന ചില കാഴ്ചപ്പാടിൻ്റേതായ ചില സവിശേഷതകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. വളരെ ഫിലോസഫിക്കലായി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, പരീക്ഷ എന്നത് പഠനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതായത് ഓരോ ഘട്ടത്തിലും ഓരോ കുട്ടിയും നേടേണ്ട പഠന നേട്ടങ്ങൾ അതിനെ ആർജിച്ചിട്ടുണ്ടോ എന്ന് നിരന്തരമായി വിലയിരുത്തപ്പെടുകയും അത് പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്താനും അതിൽ നിന്ന് മുന്നേറാനുമുള്ള അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷയുടെ ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോ ക്ലാസ് മുറിയിലും നടക്കുന്നതാണ് പരീക്ഷ എന്നത്. അതിൻ്റെ ഓരോ രൂപത്തിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് കുട്ടിയോട് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ പറയുന്നത് ഒക്കെ ഒരർത്ഥത്തിൽ വിവിധ രീതിയിലുള്ള പരീക്ഷകൾ തന്നെയാണ്, മൂല്യനിർണ്ണയങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പരീക്ഷ എന്ന് കാണുമ്പോൾ അതിന് ഒരു ചില ടെർമിനൽ പരീക്ഷകളെ അല്ലെങ്കിൽ വാർഷിക പരീക്ഷകളെയൊക്കെ നമ്മൾ വളരെ വലിയ ഒരു വിശുദ്ധമായ എന്തോ ഒരു വലിയ പ്രക്രിയയെ കാണുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിലെ ജയവും വലിയ, നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഭവമാകുന്നത്, അല്ലെങ്കിൽ തോൽവി വലിയ പ്രയാസമാകുന്നത്. പരീക്ഷയെക്കുറിച്ച് മാധ്യമങ്ങളും പൊതുസമൂഹവും രക്ഷിതാക്കളും ഒക്കെ വലിയ ആശങ്കയിൽ പലപ്പോഴും അതിനെ സമീപിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് പരീക്ഷയിലെ ഓൾ പാസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് നമ്മുടെ കുട്ടികൾ, 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ 12ാം ക്ലാസ് വരെ എന്ന് തന്നെ പറയാം, ആരും തോൽക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ നമ്മുടെ പരീക്ഷാ രീതികൾക്കുള്ളത്. 10ാം ക്ലാസ് വരെ എല്ലാവരും തന്നെ ജയിക്കും. 10ാം ക്ലാസ്സിൽ വളരെ അപൂർവമായ ചില കുട്ടികളൊക്കെ ഒരുപക്ഷെ ഒരു വർഷം ചില വിഷയങ്ങളിൽ ഒന്നുകൂടെ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടി വരും. അതും ജയിച്ച് 11ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാവും നമ്മളിങ്ങനെ പരീക്ഷ ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റിയപ്പോൾ അതിങ്ങനെ വലിയ പ്രയാസം ഇപ്പോഴും എത്ര വർഷങ്ങളായി? ഒരു 1977 കേരളത്തിൽ ആദ്യമായി ഓൾ പാസ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അന്ന് ചാക്കിരി അഹമ്മദ് കുട്ടിയായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ അതിനെ ചാക്കിരി പാസ് എന്ന് അന്ന് കളിയാക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും പലപ്പോഴും അതിനെ ചാക്കിരി പാസ് എന്ന് നമ്മൾ ട്രോളിക്കൊണ്ട് പറയാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഈ 1977 മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 40 കൊല്ലമായിട്ടും നമ്മൾക്കിപ്പോഴും ഈ എല്ലാവരും ജയിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ജയിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു അപാകത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. സത്യത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ടു ഓൾ എന്ന് പറയുന്ന 1948 ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച ഒരു വലിയ ആഹ്വാനത്തിൻ്റെ, സന്ദേശത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ലോകത്താകമാനം കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും സാധ്യമാവാത്ത വിധം പല പിന്നോക്കാവസ്ഥകളുമുള്ള സാമൂഹ്യ അവസ്ഥകളുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കേരളത്തിന് അത് കുറേ കൂടി വേഗത്തിൽ അതിലേക്ക് എത്താൻ പറ്റി എന്നതുകൊണ്ടാണ് 77 തന്നെ നമുക്ക് അത്തരത്തിലുള്ളൊരു നയം രൂപീകരിക്കാൻ സാധിച്ചത്. അന്ന് 4ാം ക്ലാസ് വരെ എല്ലാവരെയും ജയിപ്പിക്കുക എന്ന് തന്നെ പറയാം, അതായത് ആരും തോൽക്കാത്ത അവസ്ഥ. 7ാം ക്ലാസ് വരെ ഒരു നിശ്ചിത ശതമാനം, അതായത് 80-90% വരെ. അതിനുശേഷം 8-9 ക്ലാസ്സുകളിൽ 80% എന്ന രീതിയിൽ എല്ലാവരും ജയിക്കണം എന്ന് നിർബന്ധമായി വെക്കാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനമായും 2 ലക്ഷ്യമാണ് അതിനുണ്ടായിരുന്നത്. ഒന്ന്,
ആ നിശ്ചിത ക്ലാസ്സിൻ്റെ പഠനകാലത്ത് ഓരോ കുട്ടിക്കും എന്താണോ ലഭ്യമാവേണ്ടത് അത് ലഭിച്ചു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അതായത് അത് കിട്ടാതെ പോയി അതുകൊണ്ട് കുട്ടി തോൽക്കട്ടെ എന്നല്ല, അത് ആ കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട്, അത് കിട്ടി ആ കുട്ടി ജയിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ് സത്യത്തിൽ ഓൾ പാസ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തത് കുറേ കൂടി സാമൂഹികമായ അതിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. അതായത് അങ്ങനെ ജയിക്കാതെ പോയാൽ പലപ്പോഴും തോൽവി സംഭവിക്കുന്നത് സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയുള്ള പലതരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും എന്നതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ വന്ന 1-ാം ക്ലാസ്സിൽ ചേർന്ന എത്രയോ നമ്മുടെ സഹപാഠികൾ 4-ാം ക്ലാസ്സിലെത്തുമ്പോഴോ അല്ലെങ്കിൽ 7-ാം ക്ലാസ്സിലെത്തുമ്പോഴോ സ്കൂളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. അന്ന് അതിനെ ഔദ്യോഗികമായിട്ട് രേഖകളിൽ കൊഴിഞ്ഞുപോക്ക് എന്നൊക്കെ പറയുമെങ്കിലും അത് കൊഴിഞ്ഞു പോവലല്ല എന്നും അത് ശരിക്കും ഒരു എലിമിനേഷനാണ് എന്ന് നമുക്കറിയാം. സ്കൂളിൽ നിന്ന് പുറന്തള്ളപ്പെടുക തന്നെയാണ് കുട്ടികൾ. അപ്പോൾ ആ പുറന്തള്ളപ്പെടലിന് കുട്ടികളല്ല ഉത്തരവാദി എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം അവരുടെ പഠനത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അത് സ്കൂൾ അന്തരീക്ഷമാവാം, അധ്യാപനത്തിലെ പ്രശ്നങ്ങളാവാം, ഗാർഹിക സാഹചര്യങ്ങളാവാം, കുട്ടിയുടെ സാമ്പത്തിക അവസ്ഥയാവാം, കുട്ടിയുടെ ബുദ്ധിപരമായ ശേഷിക്കുറവാവാം. ഇങ്ങനെ പല കാരണങ്ങൾ, അതായത് ആ കുട്ടിയുടെ സ്വയം നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒട്ടേറെ കാരണങ്ങൾ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്കുണ്ട് എന്നിരിക്കെ ആ പിന്നാക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് കുട്ടിയെ സ്കൂൾ പഠനത്തിൽ നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെയും അതിന് ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാവരും കുട്ടികൾ ജയിച്ച് ഒരു നിശ്ചിത ക്ലാസ് പഠനം ഉറപ്പാക്കണം എന്നുള്ള തത്വം മുന്നോട്ട് വെക്കുന്നത്. 9-ാം ക്ലാസ് വരെ ആയിരുന്നു നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് 10-ാം ക്ലാസ്സിലും ഒരു നിശ്ചിത മാർക്കൊക്കെ വേണമെന്നിരിക്കലും നമുക്കറിയാം. നമ്മുടെ CE മാർക്കിനൊക്കെ ഇന്ന് വലിയ വിവാദമായിരിക്കുന്ന മാർക്ക്, അത് മാർക്ക് ദാനമാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 10-ാം ക്ലാസ് കൂടി ജയിച്ചു പോകുന്ന കുട്ടികൾ 11-ലും 12-ലും വരെ എത്തുന്നതോടുകൂടി അതിലേറ്റവും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നൊരു കാര്യം 18 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വർഷം കുട്ടികളുടെ വിദ്യാലയ അനുഭവങ്ങൾ അവർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അത് നിസ്സാരമായൊരു കാര്യമല്ല. 12 വർഷത്തെ വിദ്യാലയ അനുഭവങ്ങൾ ഏതു കുട്ടിക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അവരുടെ ലഭ്യതയ്ക്ക്. കാരണം നിശ്ചിത പഠന നേട്ടങ്ങൾ എല്ലാവർക്കും തുല്യമായി ആർജിക്കാൻ കഴിയാത്ത പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അത് പരിഹരിക്കാൻ ഉള്ള ശാക്തീകരണ പരിപാടികൾ കൂടുതൽ നടത്തുകയും അതിന് കുട്ടികളെയും സിസ്റ്റത്തെയും ഒക്കെ വീണ്ടും നമ്മൾ അതിന് വളരെ ചലനാത്മകമായി നിലനിർത്തിക്കൊണ്ട് സജ്ജീകരിച്ചെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അധ്യാപക ശാക്തീകരണ പരിപാടികളൊക്കെ ഇന്ന് ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ഭൗതിക അന്തരീക്ഷങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൊക്കെ നമ്മൾ ആ ഒരു ശ്രദ്ധയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. എല്ലാ കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് മറ്റ് ഒരുപാട് സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ കൂടി സ്കൂളിലുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതെ പോരുത്. ഇപ്പോൾ വിശപ്പ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വിഘാതമാണ്. അല്ലെ, ഒരുപാട് കുട്ടികൾക്ക് പഠനത്തിന് അത് പ്രയാസമാണ്, സ്കൂളിൽ വരുന്നതിന് പ്രയാസമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് സ്കൂളുകൾ ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വസ്ത്രം പ്രയാസമാകുമ്പോഴാണ് യൂണിഫോം ഉണ്ടാകുന്നത്. പഠിക്കാൻ പുസ്തകമില്ല എന്നുള്ള പ്രശ്നം തീർക്കാനാണ് സൗജന്യ പാഠപുസ്തകങ്ങൾ നൽകുന്നത്. അങ്ങനെ സ്കൂളുകളെ നമ്മൾ ഒരു കുട്ടിക്ക് വളരെ സ്വതന്ത്രമായും ഭയരഹിതമായും വിവേചനരഹിതമായും സമീപിക്കാവുന്ന സാമൂഹിക സ്ഥാപനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. അവിടെ പിന്നെ പരീക്ഷ എന്ന് പറയുന്നത് കുട്ടിയുടെ വിദ്യാലയ അനുഭവങ്ങളുടെ സംശീകരണത്തിൽ അല്ലെങ്കിൽ പഠന നേട്ടങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു മാർഗവും അത് അധ്യാപകർക്ക് അതിനനുസരിച്ചുള്ള കൂടുതൽ പിന്തുണ സംവിധാനം ഉറപ്പാക്കി കൊടുക്കാനുള്ള ഒരു മാർഗവുമായി മാറേണ്ടതുണ്ട്. വളരെ വികസിത രാജ്യങ്ങളിലൊക്കെയുള്ള പല പരീക്ഷാ രീതികളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഒരു പരീക്ഷാ രീതിയുടെ ഈ ഒരു അമിതമായ ഉത്കണ്ഠയുടെ അർത്ഥരാഹിത്യം നമുക്ക് മനസ്സിലാവും. കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ വളരേണ്ടതുണ്ട് എന്നുള്ളതാണ്. പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പഠന നേട്ടം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും ഓരോ വിഷയത്തിൻ്റെയും അല്ലെ ഓരോ യൂണിറ്റെയും പഠനത്തിന് പഠന നേട്ടങ്ങൾക്കപ്പുറം പഠന ലക്ഷ്യങ്ങൾ തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പഠന ലക്ഷ്യങ്ങളില്ല. അത് വേറൊരു എപ്പിസോഡിൽ തന്നെ വിശദമായി പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.
അപ്പോൾ അങ്ങനെ ആ പഠന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. അത് ഒരു എലിമിനേഷൻ റൗണ്ടിലൂടെ കുറേ ആളുകളെ പുറത്താക്കി അരിച്ചെടുത്ത് വളരെ കഴിവും പ്രാപ്തിയും ബുദ്ധിശേഷിയും ഒക്കെയുള്ള വളരെ ഒന്നുകൂടെ കൃത്യതപ്പെടുത്തി പറഞ്ഞാൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളെ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന മറ്റേതെങ്കിലും തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അരിച്ചുമാറ്റൽ പ്രക്രിയയുടെ പേരാൽ അല്ല വിദ്യാഭ്യാസം. അതിനു വേണ്ടിയുള്ള ഒരു ഏർപ്പാടല്ല പരീക്ഷകൾ എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ നമ്മൾ ഈ അമിത പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പരീക്ഷ പേടിയാണ്. സത്യത്തിൽ അതും വളരെ വലിയ ഗുരുതരാവസ്ഥയാണ്. കാരണം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒട്ടും ആശാസ്യമല്ലാത്ത തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ അതായത് അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കാനുള്ള കുറുക്ക് വഴികളെക്കുറിച്ച് ആലോചിക്കൽ, ഒട്ടേറെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ട്യൂഷനുകൾ, പിന്നെ വളരെ യാന്ത്രികമായ പഠന രീതികൾ ഒക്കെ നമുക്ക് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്കൊക്കെ ആ തരത്തിലുള്ള ഒരു ടീച്ചിങ് എന്നതിന് മാറി കോച്ചിങ് ആയിത്തീരുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നതിന് പകരം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുക്കൽ എന്നായിത്തീരുന്ന തരത്തിലേക്ക് ഇതിന് രൂപമാറ്റവും ഭാവമാറ്റവും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ പരീക്ഷയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടിലെ വൈകല്യം കൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് നമ്മുടെ പരീക്ഷ പഠന പ്രക്രിയയുടെ നേട്ടങ്ങളെ അപഗ്രഥിക്കാനും അതിനു വേണ്ട പരിഹാര പ്രക്രിയകൾ തീരുമാനിക്കാനുമുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുള്ളതാണ്. പഠനം എന്നത് സ്കൂളിൽ എത്തുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ പഠന നേട്ടങ്ങൾ അവർക്ക് തുല്യമായി ലഭ്യമാകുന്ന വിധം അവർക്ക് ഉറപ്പുവരുത്താനുള്ള 12 വർഷത്തെ വിദ്യാഭ്യാസ അനുഭവം, സ്കൂൾ അനുഭവം, വിദ്യാലയ അനുഭവം ഉറപ്പുവരുത്താനുള്ള പ്രക്രിയയാണ്. ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് വിശദീകരിക്കേണ്ടി വന്നാൽ, അതായത് ചിലപ്പോൾ നമ്മുടെ റിസീവിങ് എൻഡിൽ, അതായത് കുട്ടികൾക്ക് റിസീവിങ് എൻഡിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി ഫിസിക്സ് പഠിക്കുന്ന അതേ അളവിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ചെയ്യുന്ന അതേ അളവിൽ മറ്റൊരു കുട്ടിക്ക് സാധ്യമാണെന്നില്ല. പക്ഷേ മറ്റേ കുട്ടി ഫിസിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് മറ്റു പല ജീവിതാനുഭവങ്ങളും സാമൂഹിക പ്രക്രിയകളൊക്കെ സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ജീവിതത്തെ മുന്നിൽ കാണുന്ന ഒരു സമൂഹത്തിന് അതിന് തയ്യാറാവുന്ന തരത്തിലേക്ക് നമ്മുടെ അടുത്ത തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്ന അതിനുള്ളൊരു പ്രക്രിയ എന്ന രീതിയിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ കാണാൻ തുടങ്ങിയാൽ പരീക്ഷയ്ക്കുള്ള ഈ അമിതമായ പരീക്ഷ വേണം, പരീക്ഷയുടെ ആവശ്യങ്ങളൊക്കെ മറ്റു പലതരത്തിലും നമുക്ക് ഒരു തർക്കത്തിന് വേണ്ടി പറയാൻ കഴിയും. പക്ഷേ പരീക്ഷയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്നതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.